നിർണായക പ്രഖ്യാപനവുമായി പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ. പാലക്കാട്ടെ യാത്രാക്ലേശം പരിഹരിക്കാൻ പാലക്കാട് ബംഗളൂരു വന്ദേ ഭാരത് ട്രെയിൻ 2 മാസത്തിനകം ആരംഭിക്കുമെന്നും പ്രഖ്യാപനം. നിരവധി കാലമായി പാലക്കാട്ടുകാർ യാത്രാക്ലേശം അനുഭവിക്കുന്നുണ്ട്. റെയിൽവേയുമായി ഇക്കാര്യത്തിൽ ചർച്ച നടത്തിയെന്നും അനുകൂല മറുപടിയാണ് ലഭിച്ചതെന്നും അദ്ദേഹം ജനം ടിവിയോട് പറഞ്ഞു. ശിവദാസ് കന്മനം തയ്യാറാക്കിയ റിപ്പോർട്ട് കൂടി കാണാം. നിയമസഭാ മണ്ഡലത്തിലെ പ്രചാരണം അവസാന ഘട്ടത്തിലാണ്. എല്ലാ പ്രധാന മുന്നണി സ്ഥാനാർത്ഥികളും സജീവമായി തന്നെ പ്രചാരണ രംഗത്തുണ്ട്. ഇപ്പോൾ നമ്മളോടൊപ്പം NDA സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാറാണ് ഉള്ളത്. ഈ അവസാന ഘട്ടത്തിൽ എന്തൊക്കെയാണ് പ്രധാന പ്രചാരണ വിഷയം? അതോടൊപ്പം തന്നെ എങ്ങനെയാണ് ഈ അവസാന ഘട്ടത്തിലേക്ക് കടന്നപ്പോൾ ഒരു പ്രതീക്ഷ? ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിന് ആദ്യഘട്ടം മുതൽ വികസന പ്രശ്നങ്ങളാണ് ചർച്ച ചെയ്യാൻ രണ്ട് മുന്നണികളോട് ആവശ്യപ്പെടുന്നത്. പാലക്കാട്ടെ വോട്ടർമാർക്ക് ഒരുപാട് അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യങ്ങളുണ്ട്. അതിലേറ്റവും വലിയ ഒരു പ്രധാന ആവശ്യം പാലക്കാട് നിന്നുള്ള റെയിൽവേ ആയിട്ട് ബന്ധപ്പെട്ട് ട്രെയിൻ സൗകര്യങ്ങൾ. ബാംഗ്ലൂരിലേക്ക് ITI ആയിട്ട് ബന്ധപ്പെട്ട് ആയിരക്കണക്കിന് ആളുകളാണ് പ്രവർത്തിക്കുന്നത്. യുവതി യുവാക്കളാണ് അവിടെ ജോലി ചെയ്യുന്നത്. അവർക്ക് ബാംഗ്ലൂരിലേക്ക് പോയി വരുന്നതിന് വലിയ യാത്രാക്ലേശം കഴിഞ്ഞ ഓണം സമയത്തൊക്കെ ഇത് അനുഭവപ്പെട്ടിരുന്നു. അപ്പോൾ വന്ദേ ഭാരത് പാലക്കാട് നിന്ന് ആരംഭിക്കുക എന്നുള്ളത് പാലക്കാട്ടുകാരുടെ ആവശ്യമാണ്. ഞാൻ പാലക്കാട്ടെ വോട്ടർമാർക്ക് ഒരു ഉറപ്പ് കൊടുക്കുകയാണ്. തിരഞ്ഞെടുക്കപ്പെട്ടാൽ ഈ നവംബർ 23-ന് തെരഞ്ഞെടുപ്പ് ഫലം വന്ന് പാലക്കാടിന് MLA ആയി തിരഞ്ഞെടുക്കപ്പെട്ടാൽ ജനുവരി 14-ന് മുമ്പായിട്ട് പാലക്കാട് ജംഗ്ഷനിൽ നിന്നും ബാംഗ്ലൂരിലേക്കുള്ള വന്ദേ ഭാരത് ട്രെയിൻ ആരംഭിക്കാനുള്ള നടപടി തീർച്ചയായിട്ടും ഉണ്ടാവും. വളരെ കാലമായി ഇവിടുത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് ഈ യാത്രാക്ലേശം. കുറേ കാലമായി അവരുടെ ഒരു ആവശ്യം കൂടിയായിരുന്നു. കാരണം നിരവധി ആയിരക്കണക്കിന് ഞാൻ ഈ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് വീടുകളിൽ പോകുന്ന സമയത്ത് ആയിരക്കണക്കിന് കുട്ടികളാണ് ബാംഗ്ലൂരിൽ ജോലി ചെയ്യുന്നവരായിട്ടുള്ളത്. അവർ ബാംഗ്ലൂരിൽ നിന്ന് ഇങ്ങോട്ട് വരാനും ഇവിടുന്ന് തിരിച്ച് ബാംഗ്ലൂരിലേക്ക് പോകാനുമുള്ള യാത്രാക്ലേശത്തെ സംബന്ധിച്ച് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ BJPയുടെ സെൻട്രൽ ലീഡർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടു വിവരങ്ങൾ ധരിപ്പിച്ചു. തീർച്ചയായിട്ടും ഈ ആവശ്യം പാലക്കാടിനായിട്ട് റെയിൽവേയുടെ ഭാഗത്ത് നിന്ന് അനുവദിച്ചു കിട്ടാനുള്ള നടപടി സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിച്ചിരുന്നു. വളരെ പോസിറ്റീവായിട്ടുള്ള മറുപടിയാണ് കിട്ടിയത്. ഞാൻ ഉറപ്പ് നൽകുക പാലക്കാട്ടുകാർക്ക്, ജനുവരി 14 മകരവിളക്കിന് മുമ്പായിട്ട് പാലക്കാടിൽ നിന്നും ബാംഗ്ലൂരിലേക്ക് വന്ദേ ഭാരത് ആരംഭിച്ചിരിക്കും. പ്രധാനപ്പെട്ട ഒരു പ്രഖ്യാപനം തന്നെയാണ്. അതോടൊപ്പം തന്നെ ഇനി വളരെ കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ. ഈ അവസാന ഘട്ടത്തിൽ നമ്മുടെ ഒരു പ്രതീക്ഷ എങ്ങനെ? ഇനി ഒരാഴ്ച പോലും ഇല്ല ഈ ഒരു പോളിംഗ് സമയത്തിന്. ജനങ്ങൾ ഇപ്പോൾ കർഷകരുടെ വിഷയം BJP ഉയർത്തിപ്പിടിച്ചു. നെല്ല് സംഭരണം ആരംഭിക്കുന്നില്ല എന്നതിനെ സംബന്ധിച്ച് BJP ചർച്ച ഈ തെരഞ്ഞെടുപ്പിൽ പ്രധാന വിഷയമായിട്ട് ചർച്ച കൊണ്ടുവന്നു. ഞങ്ങൾ ട്രാക്ടർ സമരം നടത്തി. ഇന്ന് കർഷകരുടെ വീടുകളിൽ പോകുമ്പോൾ അവർ പറയുകയാണ്, നിങ്ങൾ നടത്തിയ സമരം കൊണ്ട് സപ്ലൈകോൻ്റെ ഉദ്യോഗസ്ഥന്മാർ നെല്ല് സംഭരിക്കാൻ ഞങ്ങളുടെ വീടുകളിലെത്തി. ഞങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ ആദ്യത്തെ വിജയം ആയിക്കഴിഞ്ഞു. നവംബർ 23-ന് റിസൾട്ട് വരുന്നതിന് മുമ്പ് തന്നെ ഞങ്ങളുടെ വിജയാഘോഷം തുടങ്ങിക്കഴിഞ്ഞു. കാരണം ഞങ്ങളിവിടെ ജനങ്ങളുടെ ഉന്നയിച്ച പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെട്ടു തുടങ്ങി. ഇപ്പോൾ വന്ദേ ഭാരത് പാലക്കാട്ടുകാർക്ക് ലഭിക്കാൻ പോകുന്നു. അങ്ങനെ ഞങ്ങൾ ഉയർത്തുന്ന ഓരോ വിഷയങ്ങളും ജനങ്ങൾ ഏറ്റെടുക്കുന്നു. അത് ജനങ്ങളുടെ ആവശ്യം സാക്ഷാത്കരിക്കപ്പെടുന്നു. അതാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഞങ്ങളുടെ പ്രതീക്ഷ. എല്ലാവിധ ആശംസകളും. വളരെ പ്രധാനപ്പെട്ട ഒരു പ്രഖ്യാപനം തന്നെയാണ് NDA സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ നടത്തിയിട്ടുള്ളത്. അതായത് പാലക്കാട്ടുകാരുടെ ഒരുപാട് കാലത്തെ ആവശ്യമായിരുന്നു ഈ യാത്രാക്ലേശം പരിഹരിക്കുക എന്നുള്ളത്. അതിനുവേണ്ടി വന്ദേ ഭാരത് ട്രെയിൻ ഉടൻ തന്നെ ഇവിടെ സർവീസ് ആരംഭിക്കും അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടാൽ എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രഖ്യാപനം. ക്യാമറമാൻ കൃഷ്ണകുമാറിനൊപ്പം ശിവദാസ് കന്മനം, ജനം, പാലക്കാട്.